അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ മേടിച്ച മത്തി കേട്ടോ ഫ്രീസറിലിരുന്നു. അപ്പോൾ ഐസും കട്ട വിടാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ചേക്കാണ് കേട്ടോ. തലേ ദിവസം മേടിച്ച മീനാണ്. അപ്പോൾ അത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഓർമ്മ വന്നത്, ഇന്നലെ ഞങ്ങൾക്ക് ഒരാൾ ചക്ക തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല മൂത്ത ചക്ക. അപ്പോൾ അത് ചക്ക കൊണ്ട് എലിശ്ശേരി വെക്കാലോ എന്ന് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ചക്ക ചാക്കിൽ കെട്ടി വെച്ചതാണ്. അപ്പോൾ ചക്കനെ ഞാൻ പുറത്തെടുക്കണം കേട്ടോ. മൂത്ത ചക്കയെന്ന് പറഞ്ഞിട്ട് ഒരു മുറി ഞങ്ങൾക്ക് കൊടുക്കുന്നതാണ്. ഇതുണ്ടോ, ഇതാണ് ചക്ക. അപ്പോൾ അതിനെ ഇനി മുറിക്കാം നമുക്ക്. പക്ഷേ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയി മക്കളെ. ചക്ക പഴുത്തുണ്ടായിരുന്നു. കണ്ടോ, ചക്ക പഴുത്ത് പോയി ഗൈസ്. ഞാൻ ചക്ക തിന്നെയാണ് കേട്ടോ. എല്ലാവരും ഓരോ ചോളം എടുത്തോളിയും. ആരൊക്കെ പൗത്ത ചക്ക തിന്നോര്, ഈ സമയത്ത് പൗത്ത ചക്ക തിന്നോരുണ്ടെങ്കിൽ കമൻ്റ് ഇടേ. മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ ചക്കലിശ്ശേരി ഫ്ലോപ്പായി പോയിട്ടോ. അപ്പോൾ പിന്നെ എന്ത് നമ്മൾ ഉപ്പേരി വെക്കും? അപ്പം ഞാൻ എന്ത് ചെയ്തു, ചക്ക കുരു കൊണ്ട് കൂട്ടാൻ വെക്കാലോ എന്ന് വിചാരിച്ച് 2 മാങ്ങയും പൊട്ടിച്ചു. ചക്കക്കുരുവും ഇതോ തിന്ന ചക്കയെന്നൊക്കെ ചക്കക്കുരു എടുത്തിട്ട് ചക്കക്കുരു മാങ്ങയാക്കിട്ടോ. മാങ്ങ മൂത്തുക്കണ ഒരു മാങ്ങ, എന്നാലും കുഴപ്പമില്ല. മീൻ കട്ട ഇങ്ങനെ വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചക്കക്കുരു നന്നാക്കി എടുക്കാൻ കുറച്ച് ടൈം പിടിച്ചിട്ടോ, ചെറിയ കുരുകളാണ്. അപ്പം അങ്ങനെ ചക്കക്കുരു നന്നാക്കി കുക്കറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആദ്യം ചക്കക്കുരു വേവിച്ചെടുക്കാം കേട്ടോ. ചക്കക്കുരു മാങ്ങിയാണ് വെക്കുന്നത്. ചക്കക്കുരുവിനെ ആദ്യം വേവിച്ചെടുക്കാം. അതിൻ്റെ ഇടയിലേക്ക് ഒരു പണി കിട്ടി മക്കളെ. പൂച്ച മീൻ പാത്രം തട്ടിമറിച്ചിട്ട് പണി തന്നു. അപ്പം അതിന്ന് കുറച്ച് മീനെ എടുത്തുള്ളൂ പൊരിക്കാൻ. ബാക്കിയുള്ള മീൻ ഫ്രീസറിൽ തന്നെ കയറ്റിയേക്കാം കേട്ടോ. എത്ര മീനാണ് ഞാൻ എടുത്തിട്ടുള്ളൂ പൊരിക്കാൻ കേട്ടോ. അപ്പം മാങ്ങ, തക്കാളി, പച്ചമുളക് ഇത് 3 നുറുക്കിയിട്ടുണ്ട്. ആ ചക്കക്കുരു വെന്തതിൻ്റെ ശേഷമാണ് വിസിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഉപ്പേരി വെക്കാൻ പയർ കേട്ടോ. ആ ഒരു ഭാഗം ഞാൻ ഫുള്ളാക്കിയില്ല. ചക്കക്കുരു വെന്തതിൻ്റെ ശേഷമാണ് തക്കാളി, മാങ്ങി, പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുക്കറിൻ്റെ അടപ്പ് തുറക്കാണ്. ചക്കക്കുരു വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കതല്ലാതെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും മാത്രം മതി കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ വിസിലിടണ്ട. വിസിലിടാതെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഓവർ വെന്ത് കഴിഞ്ഞാൽ അതെല്ലാതും കലങ്ങി പോകും. അപ്പോൾ പാകത്തിന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. വിസിൽ വരുത്താതിരുന്നാൽ മതി. പൂച്ച മീൻ വെള്ളമൊക്കെ തട്ടി മറിച്ചിട്ട് അടുക്കളയിൽ ആകെ ഇരപ്പാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അത് വൃത്തിയാക്കാൻ പോയിട്ടോ. പൂച്ചകളായിട്ട് ഭയങ്കര ശല്യമാണ്. കൊടുത്താലും അവർ അക്രമം കാണിക്കുക. അതാണ് എനിക്ക് ദേഷ്യം വരുന്നത്. അപ്പം അതെല്ലാതും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഗ്യാസുമ്മ വെച്ച് കൊടുക്കാം, വെള്ളം ഒഴിച്ചിട്ട്. അതെ, ഇത് ആവശ്യത്തിന് പുളി കേട്ടോ. ഒരു നുള്ള് മാങ്ങ കുറച്ച് മൂത്തതല്ല, അപ്പം നല്ല പുളി ഉണ്ടാവില്ല. അപ്പം ഞാനൊരു നുള്ള് പുളി എടുത്തിട്ട് അതിലൊഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് മുളകിൻ്റെ കുരുകളാണ് കേട്ടോ, അല്ലാതെ ഒന്നുമല്ല. അധികമൊന്നും വേണ്ട. പുളി അത്ര ആവശ്യമുള്ളവർക്ക് അത്ര മതി. പക്ഷെ എനിക്ക് കുറച്ചുകൂടി പുളി വേണം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പുളി കൂട്ടിയത് കേട്ടോ. അതവിടെ കിടന്ന് വേവട്ടെ കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പണി എന്താണ്? നമുക്ക് കൂട്ടാൻ നല്ല തിളക്കുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി വേവണം ഉണ്ടോ. പിന്നെ ഞാൻ പയറ് പൊട്ടിക്കാൻ പോയി കേട്ടോ. ഉപ്പേരി വെക്കാൻ പയറാണ്. പയറ് പൊട്ടിക്കാൻ പോയി. അതിൻ്റെ ഇടയിൽ കണ്ടോ ഒരു വെള്ള സാധനം കിടക്കണം.
ഒന്നുമില്ല, ഒരു ചക്കക്കൂര അവിടെ കിടന്നതിന് വന്നിട്ടതാ. ഇതൊരു പേരക്ക കേട്ടോ, പേരക്ക പൊട്ടിച്ചതാ തിന്നാൻ. അപ്പം അങ്ങനെ ഉപ്പേരി അടുപ്പത്ത് വെക്കാം കേട്ടോ. കൂട്ടാൻ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ ചക്കക്കുരുക്ക് തിന്നാൻ പുതിയായിട്ട് എടുത്ത് ഞാൻ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വെന്തുക്കണു. അപ്പം ഇനി ഒന്ന് കയ്യിലുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കാം കേട്ടോ. നല്ല ഓവറാക്കൊന്നും വേണ്ട, എന്നാലും അതൊന്ന് അത് സെറ്റാവാനേ, ആ ചക്കക്കുരു മാങ്ങയും കൂടി അതിലൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടൊന്ന് കയ്യിലുകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. ഉപ്പേരി തിളച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. കൂട്ടാൻ നമുക്ക് കടുക് വറക്കാം കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്, എണ്ണ അതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഉണക്കമുളക് പൊട്ടിച്ചിട്ട് അതിലിട്ട് കൊടുക്കാം. അതിന് വേപ്പിൻ്റെ ഇട്ടിട്ട് കറിയിൽ കൊഴിക്കാട്ടോ. ഇത് ചെറിയ ചട്ടിയൊക്കെ കാരണം കൈ കൊള്ളുക, അതാ കൈ ഇങ്ങനെ വലിക്കണം. അപ്പം അതതിൽ കൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പേരി ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ട ചക്കക്കുരിയാണ്, ഞാൻ പറഞ്ഞ ചക്കക്കുരിയാണ് എടുക്കണം കേട്ടോ. വേസ്റ്റ് ആക്കണ്ടല്ലോ. പിന്നെ ബീഫ് ഉണ്ട് കേട്ടോ. ബീഫ് വെക്കണം. കട്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ കൊടുന്ന് നിൽക്കുന്നത്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ബാക്കിയൊന്നും പെടുത്തിയിട്ടില്ല. അപ്പം ഞാൻ ചോറ് തിന്നാൻ പോവുകയാണ് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ടാറ്റാ, ബൈ ബൈ, സീ യു.